ഈ കുട്ടിയുടെ കംപ്ലൈന്റ് അനുസരിച്ച് മെഡ്രാസ് എയർപോർട്ട് മുതൽ താൻ ഈ കുട്ടിയെ ഫോളോ ചെയ്യുകയാണ്. അതെ സാർ. സാർ, ഈ കുട്ടി എന്റെ മുമ്പിൽ കയറി നടന്നിട്ട് തിരിഞ്ഞു നോക്കിയാ ഞാൻ ഫോളോ ചെയ്യുന്നതായിട്ട് തോന്നുള്ളൂ സാർ. മദ്രാസ് മുതൽ ഈ കുട്ടി എന്റെ മുമ്പിൽ കയറി നടന്നു എന്ന് പറഞ്ഞ് ഞാനൊരു കംപ്ലൈന്റ് എഴുതി തന്ന സാർ ആക്ഷൻ എടുക്കോ? നീ ഈ പെൺകുട്ടിയുടെ ബാഗ് എടുത്തോടാ. ഇല്ല സാർ, ഒരു ബാഗ് വെച്ച് കഴിഞ്ഞാൽ എന്തും കിട്ടാനാണ് സാർ? ഇവളെ കണ്ടാൽ അറിഞ്ഞൂടെ അവളുടെ ബാഗിനകത്ത് കപ്പലിൽ തൊട്ടല്ലാണ്ട് വേറെ ഒന്നും ഉണ്ടാവില്ലെന്ന്. ഒന്നുമില്ല, ഞാൻ എന്റെ സ്റ്റാൻഡേർഡ് നോക്കണ്ടേ സാർ? പിന്നെ സാറിന് അറിയാലോ, ഞാൻ മറ്റേ പരിപാടിയൊക്കെ നിർത്തിയിട്ട് 2 വർഷമായി. പോ. ആയിക്കോട്ടെ സാർ, താങ്ക് യു. സാർ, എന്താ കുട്ടി, ഒരു കംപ്ലൈന്റ് എഴുതി കൊടു, ഞാൻ അന്വേഷിക്കാം. ഏയ് വിളിച്ചോളൂ സാർ. വാ സാർ, 2 കൊടുത്താൽ അവൻ സത്യം പറയും. தேவையில்லை. அவன் இப்போ என்ன நினச்சிருக்கான்னா ஒரு பேகு கேஸுக்காக விசாரிக்கிறேன்னு. உனக்கு தெரியாது, என் மகனோட உயிரை காப்பாற்றினதே இவன் தான். ஒளிஞ்சு விளையாடும் போது அவன் சேஃபுக்குள்ளே ஏறி உட்காந்துட்டான். சேஃப் லாக் ஆயிடுச்சு. என் குழந்தை அதுக்குள்ள மூச்சு விட முடியாமல் செத்து போயிருப்பான். இவன் தான் அதை ஓப்பன் பண்ணி கொடுத்தான். அது இங்கிலாண்டில் பண்ண லாக்மேன் கம்பெனியோட சேஃப். அதை செஞ்சவங்களால மட்டும்தான் ஓப்பன் பண்ண முடியும்னு சொல்கிறாங்க. அந்த மாதிரி லாக்கரில் தான் எக்ஸிபிஷன் ஹாலில் திருட்டு போன இளவரசியோட நகைகளை வச்சிருந்தாங்க. அதனாலதான் இவன் மேல எனக்கு சந்தேகம். നമുക്ക് അവനെ ക്വസ്റ്റ്യൻ ചെയ്തൂടെ? அதுக்கு என்ன ஆதாரம்? மெட்ராஸ்ல இருந்து ஃப்ளைட்ல அவன் இருந்தாங்கிறதா? அது மட்டும் இல்ல, இந்த செயின் தொலைஞ்சு போனது போலீஸ்க்கு மட்டும்தான் தெரியும். 20 நாளுக்குள்ள இந்த நகைகளை ஸ்பெயினுக்கு திருப்பி அனுப்பணும். அதுக்குள்ள இந்த செயினை கண்டுபிடிக்கணும். திருடங்கிட்ட இருந்து விலை கொடுத்து வாங்கணும்னா அதுக்கும் கவர்மெண்ட் ரெடியா இருக்கு. இது போலீஸோட மான பிரச்சனை. இது பத்திரிக்கைக்காரங்களுக்கு கூட தெரியக்கூடாது. அதுதான் ஆர்டர். அதனால അവൻ എങ്ക പോന്നാലും അവൻ മേലെ ഒരു കണ്ണിരിക്കണം. കള്ളന്മാരുടെ ടോക്കൺ ഇട്ടാ പോലീസുകാരെ നമ്പാൻ കൊള്ളില്ലെന്ന്. പിടിച്ച എടോ, താൻ പോലീസുകാരോട് പറഞ്ഞില്ലേ ഒരുത്തിനെ താൻ ബാഗ് നോക്കാൻ ഏൽപ്പിച്ചു? അതിന്? ഏയ് അതിനൊന്നുമില്ല. അവനൊരു ബ്രൗൺ കളർ സ്യൂട്ടാണ് ഇട്ടിരുന്നത്, കണ്ണാടിയൊക്കെ വെച്ചിട്ട്. ഇയാൾക്കറിയോ അയാളെ? ബാഗ് വേണമെങ്കിൽ എന്റെ കൂടെ വാ. പുതിയ മോഡൽ ബെൻസിന്റെ സ്റ്റിയറിംഗോ? വണ്ടി എവിടെ ഉണ്ടെന്ന് കാണിച്ചു തന്നാൽ മതി, സാധനം നാളെ കൊണ്ടുതരാം. എടാ, ഈ പെണ്ണിന്റെ കട്ടടുത്ത സാധനങ്ങൾ എവിടെടാ? എന്ത് സാധനം? ഏത് സാധനം? നിനക്ക് അറിയില്ലല്ലേ? പറയടാ. ഷെയർ തരാം. ഷെയറോ? ഞാൻ തരാം. നീ സർക്കസ് കളിക്കണ്ടെങ്കിൽ എടുക്കടാ. ബാഗിൽ എല്ലാ സാധനങ്ങളും ഉണ്ടോ ഞാൻ നോക്കട്ടെ. കൊണ്ടുപോ. തനിക്ക് എങ്ങനെ അറിയാം എന്റെ സാധനങ്ങള്? ഞാൻ നോക്കാം. ഒരു ബാഗിൽ എന്തൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. ഞാൻ അയ്യോ, ഇതിൽ വെച്ചിരുന്ന കാശുമാലയൊന്നും കാണാനില്ല. അയ്യോ, ഞാൻ നോക്കാം. എവിടെ കാണാനെല്ലാം? ഞാനത് വിറ്റു, കുറച്ച് കാണാണ്ടായിരുന്നല്ലോ, കൊടുത്തു തീർത്തു. ഇതിനകത്ത് വേറെ വല്ലതും കിട്ടിയോടാ? എനിക്കൊന്നും കിട്ടിയില്ല. കിട്ടിയില്ലേ? നിന്നെ ഞാൻ വേണ്ട. ഇപ്പൊ കയ്യിലുള്ള കാശും വളയും മാല മാത്രമേ പറ്റുള്ളൂ. കുറച്ചു നേരം ഇവിടെ നിന്നാ മറ്റു പലതും പോവും. ഇത് കള്ളന്മാരുടെ സ്ഥല. വേഗം സ്ഥലം വിടാൻ നോക്ക. ഞാൻ പോവില്ല. പോവില്ല? ഇറങ്ങണേ വെളിയിൽ. എങ്ങോട്ടാ? ഇങ്ങനെ എന്റെ പുറകെ. തീവണ്ടിക്ക് തലവെക്കാൻ പോവാ. എന്താ പോരുന്നോ? അയ്യേ, എനിക്ക് തീരെ ടൈമില്ല, അതുകൊണ്ടാ. എന്തായാലും ഒരു നല്ല കാര്യത്തിന് പോണല്ലേ. ദാ ഇത് വെച്ചു. അയ്യേ, എനിക്കൊന്നും വേണ്ട കള്ളന്മാരുടെ കാശ്. വേണ്ടെങ്കി വേണ്ടീ. അല്ല പിന്നെ നീ പോയിരുന്ന കണ്ണോട്ടന്റെ ഉടനെ പിച്ചുണ്ട്. നിന്നെ കൺമുമ്പിൽ കണ്ട കൊന്നോളി ഞാൻ. ഏത് വഴിക്ക് ഞാൻ പോട്ടെ? എന്റെ മോള് മേഘമാല ഇന്ന് രാവിലെ മുതൽ കാണാനില്ല. എന്റെ വീടിന് ചുറ്റും ആ കരിക്കട്ട പലവട്ടം കറങ്ങിടക്കണ കണ്ടിട്ടുണ്ട്. എനിക്കറിയാം അവൾ അവന്റെ കൂടെ തന്നെ ഉണ്ടാവുമെന്ന്. അവനോട് പറഞ്ഞേക്ക്, അവനെ എന്റെ കയ്യിലേക്ക് കിട്ടിയ പെട്രോൾ ഒഴിച്ച് കത്തിച്ച ചാരോടുത്തിയ പല്ല് കഴിച്ചളയും. ഈ കുറുപ്പേ മഹാ തൊട്ടിയാ. വാടാ. ശരിങ്ക. மீனாட்சி, நல்ல மழை வரும் போல இருக்கு, துணியில எடுத்து உள்ள வை. தெரியும், என்னமோ பேசிட்டு போறேன். നീ ഇന്ന് മുറിവെട്ടി ആത്തിരിക്കണത്? എടാ, ഇവിടെ അച്ഛമ്മന്നി കത്തിയും കോടാലിയാക്കിയിട്ട് ഒന്ന് കയറില്ല പോലെ അലറിട്ട് പോയി. അയാൾ വിളിക്ക് വേറെ കല്യാണ കാര്യം ആലോചിക്കാന്ന്. മാല നീ വേഗം പൊക്കോ, അല്ലെങ്കിൽ അയാൾ എന്റെ തല എടുക്കും. എനിക്ക് ആലോചിക്കാൻ കുറച്ച് സമയം വേണം. വേഗം ചെല്ല്. ഈ തല അങ്ങോട്ട് പോയി തലവേദന ഉണ്ടാവില്ലായിരുന്നു. നമ്മുടെ കഷ്ടകാലം തീർന്നടമണി. ഇതിനകത്തുണ്ട് നമ്മുടെ മാണിക്യക്കല്ലുമാല. ഇതൊന്ന് വിറ്റാ പിന്നെ നമ്മുടെ ജീവിതം അയ്യോ 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 എന്താടാ? അയ്യോ, മാല പോയി. അയ്യോ, ഇവന്റെ പോക്കറ്റിലുണ്ടോ? ഈശ്വര, മാല എവിടെ പോയി? ഒന്നൂടെ പോരാ.
ഒഴിക്കണത് അവന്റെ കണ്ടില്ലേ? അല്ല, 2 സ്വർണ്ണമാല അല്ലാതെ ഞാൻ ഒന്നും എടുത്തിട്ടില്ല. ആ പ്രതിമയ്ക്ക് അകത്ത് പുറത്ത് ഒന്നുമില്ലായിരുന്നു. എന്റെ തൊഴിലാണ് സത്യം. ഏയ്, നമ്മളൊക്കെ ഒരേ വർഗ്ഗക്കാരല്ലേ, ഒന്ന് വിശ്വസിക്കണ്ടായി. എന്നാ പിന്നെ മാല അവളുടെ അടുത്ത് തന്നെ ഉണ്ടാവും. അടപ്പ് തുറന്നത് ബാഗിനകത്ത് തന്നെ വീണ് കാണും. ഞാൻ അവളിട്ട് വഴക്കിടുകയും ചെയ്തു. വായു നോക്കി അവൾ എവിടെ തപ്പാം. വായു. മിസ്റ്റർ ഫെലിക്സ് വെക്കറ്റ് ചെയ്തല്ലോ. ആദ്യം പറഞ്ഞു വെയിറ്റ് ചെയ്യൂന്ന്, ഇപ്പൊ പറയുന്നു വെക്കറ്റ് ചെയ്തെന്ന്. ഇതെന്ത് ന്യായ? പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ വരുമെന്നും കരുതി ഞങ്ങളെല്ലാം തടഞ്ഞു വെച്ചോണ്ടിരിക്കണം. എങ്ങോട്ടാ പോയത്? പ്ലീസ്. ഞങ്ങളുടെ ബോസിന്റെ മകളുമായിട്ട് മിസ്റ്റർ ഫെലിക്സിന്റെ കല്യാണം ഉറപ്പിച്ചിരിക്കുക. മെഡിക്കലിൽ വെച്ചാ മനസ്സമ്മതവും കല്യാണമൊക്കെ. 3:30 ഫ്ലൈറ്റിന് അവരൊക്കെ പോയി. എനിക്കൊന്നും അറിഞ്ഞൂടെ. അവൻ ചോദിക്കണോ എനിക്ക് മനസ്സിലാവണില്ല. നിങ്ങൾ ചോദിക്കണോ എനിക്കൊന്നും മനസ്സിലാവില്ല. ദൈവമേ, ഏത് നേരത്താണോ എനിക്ക് ആ പെട്ടി ബാഗ് അടിച്ചു മാറ്റാൻ തോന്നിയത്? അവരെന്തിനാണോ നിന്നെ അടിച്ചത്? എന്റെ പൊന്നും സാറ്, ആ ബാഗിനകത്ത് ഒരു പ്രതിമ ഉണ്ടായിരുന്നു. അതിൽ നിന്നൊരു മാല കിട്ടിയോന്ന് അവന്മാർ എന്നോട് ചോദിച്ചു. എനിക്ക് മാലയെ കിട്ടിയില്ല, അതിനെ കുറിച്ചൊന്നും അറിയാനും മേലാന്ന് പറഞ്ഞു. അതിന് അവന്മാർ എന്നെ എടുത്തിടിച്ചത്. ഓ എന്റെ അമ്മേ, ആ പെണ്ണെന്താ വല്ല പ്രാന്താശുപത്രിയിൽ നിന്ന് ഇറങ്ങി ഓടി വന്നാണ്. എന്താ എന്തു പറ്റി? ഇവിടെ കിടന്ന് കരഞ്ഞ് നിലവിളിച്ച് ബോധം കെട്ട് വീണ് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്നറിയാം. എന്നിട്ട് എവിടെ? ഒരു വിധത്തിൽ പറഞ്ഞു വിട്ടു. എങ്ങോട്ട്? മെഡിഗിരിക്ക്. കോളേജിലോ? എന്റെ ഇടവും മൈസൂർ അടുത്തുള്ള മെഡിഗിരിക്ക്. എങ്ങനെ പോയത്? ഇവിടുന്ന് ഒരു കാർ കയറ്റി ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് വിട്ടു. 5:30 വണ്ടിക്ക് പൊക്കോളാൻ പറഞ്ഞു. ഈശ്വര, സമയം 5 മണി. മണി വേണം, അവളിപ്പോ പോവും. Yeah.